നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, തകർപ്പൻ ജയവുമായി മെസ്സിയും അർജന്റീനയും തുടങ്ങി. കോപ്പ അമേരിക്കയിലെ അർജന്റീനയുടെ ആദ്യ കളിക്ക് ശേഷം നമ്മൾ ഇട്ട വീഡിയോയുടെ ടൈറ്റിൽ അതായിരുന്നു. പക്ഷെ അത് പലർക്കും അങ്ങ് ദഹിക്കുന്നില്ല. ചില കമൻറ്റുകളിൽ കൃത്യമായിട്ട് എടുത്ത് ചോദിക്കുന്നു, മെസ്സി 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തു, രണ്ടെണ്ണം അത് താൻ കണ്ടില്ലേ എന്നാ ചോദ്യം. മെസ്സി 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ട്. അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എമീഡ് ആ ഡ്രോപ്പ് കിക്കിൽ നിന്ന് ബോളുമായിട്ട് ഓടി കയറിയിട്ട് ഗോൾ കീപ്പർ തടഞ്ഞ ഷോട്ട് റീബൗണ്ട് വന്നപ്പോൾ അദ്ദേഹം ഗോൾ കീപ്പറെ മറികടന്നടിക്കാൻ ശ്രമിച്ചത് ഡിഫൻഡറുടെ ദേഹത്ത് തട്ടിപ്പോയത്. പിന്നെ അതുപോലെ മറ്റൊരു അവസരത്തിൽ മെസ്സി ഈ ബോളുമായിട്ട് വരുമ്പോൾ ഗോൾ കീപ്പർ ക്ലോസ് ഡൗൺ ചെയ്തത്, ചിപ്പ് ചെയ്യാനുള്ള ശ്രമം പുറത്തേക്ക് പോയത്, ഇതൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൈറ്റിൽ അതെടുത്ത് കാണിച്ചില്ല എന്നുള്ളത് ചില സുഹൃത്തുക്കൾക്ക് അത്രയങ്ങ് ദഹിക്കാതെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. മാത്രമല്ല മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, കളി കണ്ടിട്ട് തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ അപ്പുറത്ത് വായിച്ചത് അർജന്റീന വിയർത്തു ജയിച്ചു എന്നാണല്ലോ എന്ന്. അത് വിയർത്താണോ ജയിച്ചത് അല്ലാതെയാണോ ജയിച്ചത് എന്നുള്ളത്. അപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിക്കും, വിയർക്കാതെ പിന്നെ കളിക്കാൻ പറ്റുമോ എന്നില്ല. ഇതൊരു പ്രയോഗമാണ്, ബുദ്ധിമുട്ടി ജയിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർ കണ്ട കളി തന്നെയാണോ താൻ കണ്ടത് എന്നതൊക്കെയാണ് ചോദ്യം. ഏതായാലും ഇവിടെ അർജന്റീന അത്രയങ്ങ് ഉയർത്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കിട്ടിയ ബിഗ് ചാൻസുകൾ, നഷ്ടപ്പെടുത്തിയ ബിഗ് ചാൻസുകൾ നോക്കുക. അത് ഗോളായി മാറിയിരുന്നെങ്കിൽ കാനഡയുടെ വല നിറഞ്ഞേനെ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ലിയോ മെസ്സി അടക്കമുള്ളവർ ബിഗ് ചാൻസുകൾ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എങ്കിലും അർജന്റീന കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. 2 ഗോളിന് പുറകിലും മെസ്സി ഉണ്ടായിരുന്നു. ആദ്യ ഗോളിന് ലിയോ മെസ്സി കൊടുത്ത ത്രൂ ബോളാണ് മക്കാലിസ്റ്റർ ടച്ച് ചെയ്യുന്നതും ഗോൾ കീപ്പർ മക്കാലിസ്റ്റർ തന്നെ അങ്ങ് വീഴ്ത്തുന്നു. പക്ഷേ കൃത്യമായിട്ട് ഹുലിയൻ ആൽവാരസ് പന്ത് വലയിലേക്ക് എത്തിച്ചു. പിന്നെ ലൗട്ടറോ ഇതുപോലെ ചാൻസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി മരിയ തുടക്കത്തിൽ ചാൻസ് കളഞ്ഞു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. പക്ഷെ ലൗട്ടറോയുടെ ഗോളിനും അസിസ്റ്റ് കൊടുത്തത് ആരാ? ലിയോ മെസ്സി തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മെസ്സിയും അർജന്റീനയും പൊളിച്ചടുക്കി എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്ത ആള് 5 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2നേക്കാൾ വലുതാണല്ലോ 5. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 6 കീ പാസുകളും കൊടുത്തിട്ടുണ്ടെന്നേ. അപ്പോൾ ഈ 2 മിസ് ചെയ്തത് തീർച്ചയായിട്ടും മെസ്സി ആകുമ്പോൾ അത് റെയറാണ്, സമ്മതിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ ആ കളിയിൽ അദ്ദേഹം തന്നെ കൊടുത്തത് കൊണ്ട് അത്തരത്തിൽ നമ്മൾ പറയുന്നു മെസ്സി പൊളിച്ചടുക്കി എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അത് ആ അർത്ഥത്തിൽ ക്ലിക്കാവുന്നവർക്ക് കാര്യം പിടികിട്ടുകയും ചെയ്യും. ഇനി അതല്ല, യൂറോ കപ്പിലെ കളികളും ഇതും തമ്മിലൊക്കെ കമ്പയർ ചെയ്യാനൊക്കെ വരുന്ന, അല്ലെങ്കിൽ യൂറോ കപ്പിൽ കളിക്കുന്ന ഒരു താരവും മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ വരുന്നതിൽ ഒരർത്ഥവുമില്ല. രണ്ടും 2 തരത്തിലുള്ള 2 കോണ്ടിനെന്റുകളിൽ നടക്കുന്ന വ്യത്യസ്ത നിലവാരമുള്ള ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കളിയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീരും. എന്തായാലും ഈ വിയർത്ത് ജയിച്ചു എന്ന് പറയുമ്പോൾ ബോൾ പൊസിഷനിൽ അർജന്റീനയായിരുന്നു മുമ്പിൽ എന്ന് മാത്രമല്ല അവസരങ്ങൾ കൂടുതലുണ്ടാക്കിയത് അർജന്റീനയല്ലേ. അവരുടെ ഗോൾ എക്സ്പെക്റ്റഡ് ഗോൾ എന്ന കണക്ക് 2.98 ആണ്. മറുഭാഗത്ത് കാനഡ 1.17 ആണ്. അർജന്റീന ക്രിയേറ്റ് ചെയ്ത ബിഗ് ചാൻസുകൾ മാത്രം നോക്കുക. 9 ബിഗ് ചാൻസുകളാണ് അർജന്റീന ക്രിയേറ്റ് ചെയ്യുന്നത്. മറുഭാഗത്ത് 2 ഉള്ളൂ. അർജന്റീനയുടെ ഗോൾ കീപ്പർക്ക് 2 സേവുകൾ നടത്തേണ്ടി വന്നുള്ളൂ. മറുഭാഗത്ത് 6 നടത്തേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ അവിടെ നിൽക്കുമ്പോൾ ശരിയാണ്, സാധാരണത്തെ പോലെ അങ്ങ് ഫ്രീ ആയിട്ട് ഗോൾ അടിച്ച് കൂട്ടിയിട്ടില്ല. അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നഷ്ടപ്പെടുത്തി പോയി എന്നുള്ളത് ശരിയാണ്. എന്നാലും അത്രയങ്ങ് ഉയർത്തു എന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് അർജന്റീന പൊളിച്ചടുക്കി, മെസ്സി പൊളിച്ചടുക്കി എന്ന് ടൈറ്റിൽ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.